കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫ്ലവർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള പാർട്സ് ഓഫ് ഫ്ലവർ ആണ്. അത് കാലിക്സ്, കൊറോള. പിന്നെ കാലിക്സിൻ്റെയും കൊറോളയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, അതാണ് ഈസ്റ്റിവേഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 വേൾഡ്സ് പാർട്സ് ഓഫ് എ ഫ്ലവർ. അതിൻ്റെ 4 വേൾഡ്സ് എന്ന് പറയുമ്പം പാർട്സ് ഓഫ് എ ഫ്ലവർ, അതിൽ 4 വേൾഡ്സ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്നാമത്തത് കാലിക്സ് ആണ്. കാലിക്സ് കമ്പോസ്ഡ് ഓഫ് സെപ്പൽസ് ആണ്, നമുക്കറിയാം. ഇതാണ് സെപ്പൽസ്. ഇത് സെപ്പൽസ് ആണ്. ഈ സെപ്പൽസ് അല്ലെങ്കിൽ കാലിക്സ് ഔട്ടർ മോസ്റ്റ് വേൾ ആണ്. ഔട്ടർ മോസ്റ്റ് വേൾ. ഇനി ഇതിൻ്റെ ഫങ്ഷൻ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ഇൻ എന്നും പറയുകയുണ്ടായി. ദ ഫ്ലവർ ഇൻ ബഡ് കണ്ടീഷൻ. ബഡ് കണ്ടീഷൻ. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ നോക്കാം. അപ്പോൾ ഇത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹിബിസ്കസിൽ ഇതാണ്ട, ഇത് ഹിബിസ്കസിൽ ഇത് എപ്പികാലിക്സ് എന്ന് പറയും. ഇത് ഹിബിസ്കസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രോത്ത് ആണ്. അപ്പോൾ ഇതാ ഇത് നോക്കാം. ഇത് കാലിക്സ് ആണ്. കാലിക്സ് അങ്ങ് മൂടിയിരിക്കുകയാണ്. അപ്പം ഇത് ബഡ് കണ്ടീഷനാണ്. അപ്പോൾ ബഡ് കണ്ടീഷനിൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാലിക്സിൻ്റെ ഫങ്ഷൻ. ഇനി ഈ കാലിക്സ് തന്നെ ഫ്യൂസ്ഡും ആകാം. കണ്ട, ഇതാണ് ഫ്യൂസ്ഡ്. അപ്പോൾ ഇത് ലോബിങ് ആണ്. ഇത് ഫ്യൂസ്ഡ് പെറ്റൽസ് ആണ്. സോറി, കാലിക്സ് അത് പെറ്റൽസ് ആണ് കാണിച്ചത്. ഇതാണ് കാലിക്സ്. അപ്പോൾ ഇത് കാലിക്സ് ആണ്, ഇത് കൊറോളയാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടത് ഇത് കൊറോളയാണ്. ഇതിൻ്റെ കാലിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കാണാൻ കഴിയും. ഈ കാലിക്സ് നോക്കാം. ഇത് സെപ്പൽ 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ സെപ്പൽസ് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ സെപ്പൽസ് ആണെങ്കിൽ അതിനെ നമുക്ക് പോളിസെപ്പാലസ് എന്ന് വിളിക്കാം. എന്നാൽ ഇവിടെ നോക്കാം, ഇത് ഹിബിസ്കസ് ആണ്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയത് ഇതിൻ്റെ ലോബ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. താഴോട്ട് വരുമ്പോഴത്തേക്ക് സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇതിനെ ഗാമോസെപ്പാലസ് എന്ന് പറയും. ഇത് ഗാമോസെപ്പാലസ്, ഇത് പോളിസെപ്പാലസ്. അപ്പോൾ ഇഫ് ദ സെപ്പൽസ് ആർ ഫ്യൂസ്ഡ്, സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗാമോസെപ്പാലസ്. ഫ്യൂസ്ഡ് സെപ്പൽസ് ആണ്. ഇനി അത് ഫ്രീ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളിസെപ്പാലസ്. അത് ഫ്രീ ആണ്. ഫ്രീ ആണെങ്കിൽ, നോട്ട് ഫ്യൂസ്ഡ് ആണെങ്കിൽ പോളിസെപ്പാലസ്. ഇനി അതേപോലെ 2 കൊറോള. നമ്മളൊന്ന് കാലിക്സ് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് കൊറോള. കൊറോള കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ് ആണ്, ദളങ്ങൾ. അപ്പോൾ അത് സെക്കൻഡ് വേൾ ആണ്. ഇനി കൊറോളയുടെ ഫങ്ഷൻ എന്താണ് നമുക്കറിയാം. ഇത് കളേർഡ് ആണ്. ഇത് കളേർഡ് ആണ്. അപ്പോൾ കളേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ വിച്ച് അട്രാക്ട്സ്. അപ്പോൾ ഇതാണ് നോക്കാം. ഇതാണ് പെറ്റൽസ്. ഇത് കളേർഡ് ആണ്. അപ്പോൾ എന്തിനാണ് കളേർഡ് എന്ന് പറയുക? കളേർഡ് ബിക്കോസ് ഇറ്റ് അട്രാക്ട് ഇൻസെക്ട് ഫോർ പോളിനേഷൻ. കളേർഡ് ആണ്, അട്രാക്ട് ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. അപ്പോൾ പോളിനേഷൻ നടക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പം അതനുസരിച്ച് ഇത് കളേർഡ് ആണ്. അപ്പോൾ ഇത് ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യും. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കാം, ഇത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിൽ പെറ്റൽസ് ഫ്രീ ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്രീ പെറ്റൽസിനെ നമുക്ക് നേരത്തെ നമ്മൾ സെപ്പൽസ് പറഞ്ഞ കണക്ക് പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ അതിനെ നമ്മൾ പോളിപെറ്റാലസ് എന്ന് പറയാം. പോളിപെറ്റാലസ്. പോളിപെറ്റാലസ്. അപ്പോൾ ഇവിടെ പെറ്റൽസ് ഫ്രീ ആണ്. ഇനി അതല്ല, പെറ്റൽസ് ഫ്യൂസ്ഡും ആകാം. അതാ നോക്കാം, നമുക്ക് കാണാൻ കഴിയും. ഇത് പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ്. ഇത് ഫ്യൂസ്ഡ് ആണ്, ട്യൂബ് പോലെയാണ്. ഇവിടെ മാത്രമേ ലോബിങ് ഉള്ളൂ. അപ്പോൾ ഇത് ഫ്യൂസ്ഡ് പെറ്റലാണ്.
അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗാമോപെറ്റാലസ്. അപ്പോൾ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ കാലിക്സും കൊറോളയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കാം. കാലിക്സും കൊറോളയും നമ്മൾ ഒരു ബഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബഡിൽ കാലിക്സും കൊറോളയും എങ്ങനെ കാണപ്പെടും? ബഡ് കണ്ടീഷൻ അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അത് ശ്രദ്ധിക്കാം. ഇതിനകത്തൊരു ബഡ് കണ്ടീഷനിൽ കാലിക്സും കൊറോളയുടെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കോളൂ. അപ്പോൾ അറേഞ്ച്മെൻറ്റിന് വ്യത്യാസമുണ്ട്. ഇത് സെപ്പൽസ് ആണ്, ഇത് പെറ്റൽസ് ആണ്. അപ്പോൾ പെറ്റൽസിനും സെപ്പൽസിനും ഒരു ബഡ് കണ്ടീഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റിന് വ്യത്യാസമുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് സെപ്പൽസ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്നു, വിടർന്ന് വരുന്നു. ഇത് ബഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നോക്കുക, ഈ പെറ്റൽസിൻ്റെ എഡ്ജുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എഡ്ജുകൾ ഉണ്ടോ? ഇത് ഓവർലാപ്പിംഗ് എന്നാണ് നമ്മൾ പറയുക. ഒന്ന് ഒരു എഡ്ജ് പുറത്തും ഒരു എഡ്ജ് അകത്തും കാണപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ പെറ്റൽസും, ഇതിപ്പോൾ സെപ്പൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, ഇത് പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പെറ്റൽസ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഓൺ എ ഫ്ലവർ ബഡ്. ഒരു ഫ്ലവർ ബഡിൽ സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും അറേഞ്ച്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിവേഷൻ. ഈസ്റ്റിവേഷൻ. അപ്പോൾ എന്താണ് ഈസ്റ്റിവേഷൻ? ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് sepals or petals, രണ്ടുമാകാം. sepals or petals in a flower bud അല്ലെങ്കിൽ ഫ്ലോറൽ ബഡ്. ഫ്ലവർ ബഡ് എന്നോ ഫ്ലോറൽ ബഡ് എന്നോ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇത് നേരത്തെ ഉള്ളൊരു ചോദ്യമാണ്. ചോദ്യത്തിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ്, ഈസ്റ്റിവേഷൻ, ഫിലോടാക്സി, പ്ലാസൻറ്റേഷൻ, ഇൻഫ്ലോറസൻസ്. അത് മാറി ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോറസൻസ് ആണ്. ഇവിടെ ഈസ്റ്റിവേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഫിലോടാക്സി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഫ്ലോറസൻസ് പഠിച്ചു, ഈസ്റ്റിവേഷൻ നമ്മളിപ്പോൾ പഠിക്കുന്നു, പ്ലാസൻറ്റേഷൻ നമ്മളിപ്പം അടുത്ത വീഡിയോയിലും പഠിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കാലിക്സും കൊറോളയും പറഞ്ഞു. ഇനി കൊറോള തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അത് പോളിസെപ്പാലസും ഉണ്ട്, കൊറോള നമ്മൾ പറയുകയുണ്ട്, അത് പെറ്റൽസ് ആണ്, അത് ഗാമോയുമുണ്ട്, പോളിയുമുണ്ട്. ഇതാണ് പെറ്റൽസ് തന്നെ ഞാനിവിടെ കാണിച്ചു. അത് നോക്കാം. ഇത് ഗാമോപെറ്റാലസ് ആണ്. ഈ ഗാമോപെറ്റാലസ് തന്നെ ട്യൂബ് പോലെയാണ്, അതിനെ ട്യൂബുലാർ എന്ന് വിളിക്കുന്നുണ്ട്, ട്യൂബുലാർ. അതേപോലെ ഫണൽ ലൈക്ക് ആണെങ്കിൽ ഫണൽ ലൈക്ക്, ബെൽ ഷേപ്പ്ഡ് ആണെങ്കിൽ ബെൽ ഷേപ്പ്ഡ്. അപ്പോൾ കാണാൻ കഴിയും. വീൽ ഷേപ്പ് ആണെങ്കിൽ ഇതാ. അപ്പോൾ ഇതെല്ലാം ഗാമോപെറ്റാലസ് കൊറോളയാണ്. ഗാമോപെറ്റാലസ് ഇത് ട്യൂബുലാർ, ഇത് ഫണൽ ലൈക്ക്, ഇത് ബെൽ ഷേപ്പ്, ഇത് വീൽ ഷേപ്പ്. അങ്ങനെ കാണുന്നുണ്ടോ? നോക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റിവേഷൻ, ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലോറൽ ബഡ്. അത് 4 തരമുണ്ട്, അല്ലെങ്കിൽ 4 ടൈപ്സ്. ഒന്ന് വാൽവേറ്റ്. വാൽവേറ്റ് എന്ന് പറയുമ്പോൾ നോക്കാം. ഇതാണ് ഹിബിസ്കസിലെ സെപ്പൽസ്. ശ്രദ്ധിക്കാൻ മനസ്സിലാകും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആ സെപ്പൽസ് ജസ്റ്റ് മീറ്റ് ഓൺ അനദറാണ്. നോക്കാം, ക്രിയേറ്റാണ് നോക്കിയാൽ സെപ്പലിൻ്റെ എഡ്ജസ് നോട്ട് ഓവർലാപ്പ്. ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ്. നിങ്ങളിവിടെ പെറ്റൽസ് നോക്കണം. ഇവിടുത്തെ സെപ്പൽ നോക്കുക, ഇവിടുത്തെ പെറ്റൽ നോക്കുക. പെറ്റലിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരെഡ്ജ് ഇതാണ്. ഈ ഒരെഡ്ജ് പുറത്തും ഒരെഡ്ജ് അകത്തുമാണ്. ഒരു പെറ്റലിൻ്റെ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമാണ്. ഇതാണ് ഓവർലാപ്പ്. ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമാണെങ്കിൽ അത് ഓവർലാപ്പാണ്. എന്നാൽ ഇവിടെ നോക്കി, ഹിബിസ്കസിൽ അല്ലെങ്കിൽ ചൈന റോസിൽ സെപ്പൽ എടുക്കുകയാണെങ്കിൽ സെപ്പലിൽ അതിൻ്റെ എഡ്ജുകൾ ജസ്റ്റ് മീറ്റ് ഓൺ അനദറാണ്, നോട്ട് ഓവർലാപ്പ്. അപ്പോൾ ഓവർലാപ്പ് ഇല്ല എങ്കിൽ നോക്കാം. ഇതൊരു പെറ്റൽ, അടുത്ത പെറ്റൽ, ഇത് ഫ്ലോറൽ ഡയഗ്രം. അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. അത് ഫാമിലി പഠിക്കുന്നുണ്ട്. അതിലും നമ്മൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് പറയാം.
ഇപ്പം നമുക്ക് ഇത്രയും മതിയാകും. ഇപ്പോൾ ഇതാ പെറ്റലിൻ്റെ എഡ്ജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് മീറ്റ് ഓൺ അനദറാണ്, നോട്ട് ഓവർലാപ്പ്. ഓവർലാപ്പ് ആണെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ കയറിയിരിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് മീറ്റ് ഓൺ അനദറാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് ആണെങ്കിൽ എഡ്ജസ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ്, എഡ്ജസ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ്, ഇവയുടെ എഡ്ജസും പെറ്റൽസും നോട്ട് ഓവർലാപ്പ്ഡ്, നോട്ട് ഓവർലാപ്പ്ഡ്. ഓവർലാപ്പ്ഡ് ഇല്ല എങ്കിൽ ഈ ഈസ്റ്റിബേഷനെ വിളിക്കുന്ന പേരാണ് വാൽവേറ്റ് ഈസ്റ്റിബേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞത് കാലിക്സ്, കാലിക്സ് ഓഫ് ചൈന റോസ്. ഇനി മറ്റൊരു എക്സാമ്പിളാന്ന് പറഞ്ഞാൽ കലോട്രോപ്പിസ്. ടെക്സ്റ്റ് കിടക്കുന്ന എക്സാമ്പിൾ കലോട്രോപ്പിസ് ആണ്. എരിക്കെന്ന് പറയും, കലോട്രോപ്പിസ്. ഇത് എരിക്കാണ്. ഇത് കാലിക്സ് ഓഫ് ചൈന റോസ് എന്ന് പറയണം. കാരണം കൊറോള അവിടെ ഇതല്ല, കൊറോള നമ്മൾ അടുത്ത് പഠിക്കാൻ പോകണം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. ടെക്സ്റ്റിനകത്ത് ഡയഗ്രം ഉണ്ട്, ടെക്സ്റ്റിനകത്തുള്ള ഡയഗ്രമേ ചോദിക്കത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതാണ് വാൽവേറ്റ്. ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ വാൽവേറ്റ് ഈസ്റ്റിബേഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ട്വിസ്റ്റഡ്. ട്വിസ്റ്റഡ് ഈസ്റ്റിബേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിബേഷൻ, ട്വിസ്റ്റഡ്. അപ്പോൾ എന്താണ് ട്വിസ്റ്റഡ്? ട്വിസ്റ്റഡ് ഈസ്റ്റിബേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിച്ച ഇതാണ്. അതുകൊണ്ട് ഇവിടെ റെഗുലർ ഓവർലാപ്പിംഗ് ആണ്. പക്ഷേ ഇതിപ്പോൾ സെപ്പൽസ് ആണ് അല്ലെങ്കിൽ കാലിക്സ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാൽവേറ്റ് ആണ്. എന്നാൽ ചെമ്പരത്തിയിൽ കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ് വാൽവേറ്റും, പക്ഷേ കൊറോള അല്ലെങ്കിൽ പെറ്റൽസ് ട്വിസ്റ്റഡുമാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ പെറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിലും ആ പെറ്റലിൻ്റെ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമാണ്. അപ്പോൾ ഇവിടെ 5 പെറ്റൽസ് ഉണ്ട്. ആ ഓരോ പെറ്റൽസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തും. അതുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്. അപ്പോൾ 5 പെറ്റൽസിൻ്റെയും ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമായി കാണപ്പെടും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഇതൊരെണ്ണം, ഇതിൻ്റെ ഈ എഡ്ജ് അകത്ത്, അപ്പം മറ്റതിൻ്റെ ഇത് പുറത്ത് വരും. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അതേപോലെ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പെറ്റലിൻ്റെ ഒരെഡ്ജ് അകത്താകുമ്പോൾ ഒരെഡ്ജ് പുറത്തായിരിക്കും. ഇതിൻ്റെ ഒരെഡ്ജ് അകത്താകുമ്പോൾ ഒരെഡ്ജ് പുറത്തായിരിക്കും. ഇതിൻ്റെ ഒരെഡ്ജ് അകത്ത്. അപ്പോൾ 5 പെറ്റൽസും ഒരെഡ്ജ് അകത്ത് ഒരെഡ്ജ്. അപ്പോൾ ഇവിടെ ഹിയർ വി ക്യാൻ ഫൗണ്ട് റെഗുലർ ഓവർലാപ്പിംഗ്. അപ്പോൾ റെഗുലർ ഓവർലാപ്പാണ് നമ്മളിവിടെ കാണുക. അത്തരം ഈസ്റ്റിബേഷനെ വിളിക്കുന്ന പേരാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിബേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ കൊറോള ഓഫ് ചൈന റോസ് എന്ന് പറയണം. ഇനി നിങ്ങൾ ടെക്സ്റ്റിനകത്തുള്ള മറ്റൊരു എക്സാമ്പിളാണ് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട, പിന്നെ കോട്ടൺ, പരുത്തി. ഇതെല്ലാം ട്വിസ്റ്റഡ് ഈസ്റ്റിബേഷൻ. കൊറോള ഓഫ് ചൈന റോസ്, ലേഡീസ് ഫിംഗർ, പിന്നെ കോട്ടൺ. അപ്പോൾ ഈ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ട്വിസ്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തതാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിബേഷൻ. എന്താണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിബേഷൻ? ഇംബ്രിക്കേറ്റ് ഈസ്റ്റിബേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു പെറ്റൽ, ഇപ്പോൾ ഒരു പെറ്റൽ ഇത് അകത്തായിരിക്കും, ഒരു പെറ്റൽ പുറത്തായിരിക്കും, ബാക്കിയെല്ലാം അതിൻ്റെ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമായിരിക്കും. നോക്കാം. ഇപ്പോൾ നോക്കാമെങ്കിൽ ഈ പെറ്റൽ കംപ്ലീറ്റ്ലി ഇൻ എന്ന് പറയാം, ഈ പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് പറയാം. കാരണം ഇതിൻ്റെ 2 എഡ്ജും ഇവിടെ ഇന്നാണ്, ഇതിൻ്റെ 2 എഡ്ജും പുറത്താണ്. ഇനി ബാക്കി 3 പെറ്റൽ നമ്മൾ ഇതിൻ്റെ ഒരെഡ്ജ് പുറത്തും ഒരെഡ്ജ് അകത്തും, ഇതിൻ്റെ തന്നെ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തും. ഇവിടെ നോക്കിയാൽ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തും. അപ്പോൾ ഹിയർ വി ക്യാൻ ഫൗണ്ട് ഇറഗുലാർ ഓവർലാപ്പ്. ഇറഗുലാർ ഓവർലാപ്പാണ് നമ്മൾ ഇവിടെ കാണുക.
ആ ഇറഗുലർ ഓവർലാപ്പിനെ അങ്ങനെയാണെങ്കിൽ അത്തരം ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഇറഗുലർ ഓവർലാപ്പ്. ആൻഡ് എക്സാമ്പിളാണ് കാസിയ, കൊന്ന എന്ന് പറയും, കൊന്ന, അല്ലെങ്കിൽ ഗുൽമോഹർ. ഇത് നമ്മൾ വഴിയരിയിലൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ മരമാണ്, വലിയ മരമായിട്ട് വളരുന്നതാണ്. അത് റോഡ് സൈഡിലൊക്കെ കാണപ്പെടാം. അല്ലെങ്കിൽ ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇതിനകത്ത് പൂവുണ്ടാകും. ഇതാണ് ഗുൽമോഹർ, ഇത് കാസിയ. ഇത് രണ്ടും ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷന് എക്സാമ്പിളാണ്. അപ്പോൾ അതും ഡയഗ്രം നോക്കുക. ഇത് ഇംബ്രിക്കേറ്റ്. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ആണത്. അതിനെ വിളിക്കുന്ന പേര്, അതെപ്പോഴും ചോദിക്കുന്നതാണ്, അതാണ് നാലാമത്തെ ടൈപ്പ് വെക്സിലറി. ഫോർത്ത് ടൈപ്പ്, അല്ലെങ്കിൽ പാപ്പിലയോണേഷ്യസ്. വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോനേഷ്യസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയുന്നുണ്ട് ഡിസെൻഡിംഗലി ഇംബ്രിക്കേറ്റ്. കാരണം ഇത് ഇംബ്രിക്കേറ്റിൻ്റെ ഒരു വകഭേദമായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോനേഷ്യസ് അല്ലെങ്കിൽ ഡിസെൻഡിംഗലി ഇംബ്രിക്കേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ക്ലിറ്റോറിയ അല്ലെങ്കിൽ ശംഖുപുഷ്പം. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ക്ലിറ്റോറിയയിൽ ഇതൊരു ലാർജ് പെറ്റലാണ്, അതിൻ്റെ പെറ്റൽസാണ്. ഈ ലാർജ് പെറ്റലിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ വെക്സില്ലം എന്ന് പറയും. അപ്പോൾ ഇത് പോസ്റ്റീരിയർ ആണ്. എന്താണ് ഈ പോസ്റ്റീരിയർ, എന്താണ് ആൻറ്റീരിയർ? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇത് സ്റ്റെം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ലീഫാണെങ്കിൽ, ഫ്ലവർ ഇവിടെയാണ് ഫ്ലവർ ഉണ്ടാവുക. ഇതാണ് ഫ്ലവർ, അല്ലെങ്കിൽ നമ്മളിതിനെ ആക്സിൽ എന്ന് പറയും. ഇനി അവിടെയുള്ള ഫ്ലവർ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ആക്സിലറി ഫ്ലവർ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഫ്ലവറിൻ്റെ ബേസിൽ കാണുന്ന ലീഫിനെയോ ലീഫ് ലൈക്ക് സ്ട്രക്ചറോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രാക്റ്റ് എന്നും പറയും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മളതിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നമുക്കറിയാം സെപ്പലും പെറ്റലും ഉണ്ടാകാം. സെപ്പലും പെറ്റലും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇത് സെപ്പലാണ്, ഇത് പെറ്റലാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 5 സെപ്പലോ അല്ലെങ്കിൽ 5 പെറ്റലോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പെറ്റൽ, ഇതിപ്പോൾ ആക്സിസ് ആണ് സ്റ്റെം. സ്റ്റെമ്മിനോട് ചേർന്ന് നിൽക്കുന്ന പെറ്റലിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആക്സിസ്. ഇതിപ്പോൾ നമ്മൾ ആക്സിസ് ആണ് എന്ന് വെച്ചാൽ സ്റ്റെമ്മാണ്. സ്റ്റെമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സൈഡ്, അല്ലെങ്കിൽ സ്റ്റെമ്മിനോട് ചേർന്ന് നിൽക്കുന്ന പെറ്റലിനെ പോസ്റ്റീരിയർ പെറ്റൽ എന്നാണ് പറയുക. പോസ്റ്റീരിയർ പെറ്റൽ എന്ന് വെച്ചാൽ ആക്സിസ് സൈഡ് എന്നാണ്. ആക്സിസ് സൈഡ്. സ്റ്റെമ്മിനോട് ചേർന്ന് നിൽക്കുന്നത് പോസ്റ്റീരിയർ. അപ്പോൾ സ്റ്റെമ്മിൽ നിന്നും അകന്ന് നിൽക്കുന്നത്, ഇപ്പോൾ ഇത് പോസ്റ്റീരിയർ സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏത് വരും? ആൻറ്റീരിയർ. അപ്പോൾ ഇത് പോസ്റ്റീരിയർ. അപ്പോൾ ആൻറ്റീരിയർ സൈഡ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ സൈഡാണ്? ബ്രാക്റ്റ് സൈഡാണ്. അപ്പോൾ ഓർക്കണം, ഫ്ലവറിൻ്റെ പോസ്റ്റീരിയർ പെറ്റൽ എന്ന് പറയുമ്പോൾ അത് ആക്സിസ് സൈഡ് ആയിരിക്കും. എന്നാൽ ആൻറ്റീരിയർ പെറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓർക്കണം, ഇത് ക്ലിറ്റോറിയാണ്, ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് വലിയ പെറ്റലാണ്. ഇതിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ വെക്സില്ലം എന്ന് പറയും. ഇത് പോസ്റ്റീരിയർ ആണ്, കാര്യം ഇത് ആക്സിസ് സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ്. ഇത് നോക്കാം, ഇത് ചെറുതാണ്. ഇതാണ് ആൻറ്റീരിയർ. 2 പെറ്റൽസ് ഉണ്ട് ഇവിടെ, 2 പെറ്റൽസ്. ആൻറ്റീരിയർ 2 എണ്ണമുണ്ട്, ആൻറ്റീരിയർ പെറ്റൽസ്. ഇനി ഇത് 2 എണ്ണം ലാറ്ററൽ. അപ്പോൾ ഇത് പോസ്റ്റീരിയർ, ഇത് ആൻറ്റീരിയർ. പോസ്റ്റീരിയർ ഒരു പെറ്റൽ, അതാണ് വലിയ പെറ്റലാണ്. ഇത് കംപ്ലീറ്റ്ലി ഔട്ട് സൈഡാണ്, ഓർക്കുക. അപ്പോൾ പോസ്റ്റീരിയർ പെറ്റൽ നമ്മൾ വരയ്ക്കുമ്പോൾ പോസ്റ്റീരിയർ പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ട് സൈഡ്, ഇത് കംപ്ലീറ്റ്ലി ഔട്ട് സൈഡാണ്. ഇതാണ് പോസ്റ്റീരിയർ പെറ്റൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. സ്റ്റാൻഡേർഡ് പെറ്റൽ, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കും വെക്സില്ലം. മറ്റു പേരൂടെ പഠിക്കണം, എൻട്രൻസിനൊക്കെ അത് ഗുണകരമാകും. ഇനി അടുത്തത് 2 ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്. ഈ 2 ലാറ്ററൽ പെറ്റൽസിനെ വിളിക്കുന്ന പേരാണ്
ഇതാണ് ലാറ്ററൽ പെറ്റൽസ്. അതിനെ വിങ് പെറ്റൽസ് എന്നാണ് പറയുക. വിങ് പെറ്റൽസ് അല്ലെങ്കിൽ അലേ, ALA അലേ. വിങ് പെറ്റൽസ് അത് രണ്ട് ലാറ്ററൽ. അപ്പോൾ ഇതിൻ്റെ ഒരെഡ്ജ് അകത്തും ഒരെഡ്ജ് പുറത്തുമായിരിക്കും. ഇനി അടുത്തത് ഈ രണ്ടെണ്ണമാണ്, രണ്ട് സ്മാള് ആൻറ്റീരിയർ പെറ്റലാണ്. അതിനെ കീൽ പെറ്റൽ എന്നാണ് പറയുക. കീൽ പെറ്റൽ അല്ല, അതിനെ കീൽ പെറ്റൽ. ഇതാണ് കീൽ പെറ്റൽ. ഈ കീൽ പെറ്റലിന് ഇതാണ് കീൽ പെറ്റൽ. അപ്പോൾ ഇത് ആൻറ്റീരിയർ പെറ്റലാണ്. അതിന് എന്താ പേര് വിളിക്കുക? കീൽ പെറ്റൽ. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കരീന. പക്ഷേ ഈ ആൻറ്റീരിയർ ഈ കീൽ പെറ്റലിന് ഇവിടെ ഒരു സ്ലൈറ്റ് ഫ്യൂഷൻ ഉണ്ട്. അപ്പം ഈ പ്രത്യേക അല്ലെങ്കിൽ ശരിക്കും ഒരു ഇംബ്രിക്കേറ്റിൻ്റെ വകഭേദമാണ്. ഇതെയാണ് നമ്മൾ വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണേഷ്യസ് അല്ലെങ്കിൽ ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് പെറ്റൽ ലാർജ് ആണ്, അത് പോസ്റ്റീരിയർ ആണ്, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. ബാക്കി രണ്ടെണ്ണം വിങ് പെറ്റലാണ്, അല്ല അലയാണ്. ഇത് രണ്ട് വിങ് പെറ്റലാണ്. ഇനി ബാക്കി രണ്ടെണ്ണം കീൽ പെറ്റലാണ്. അതിനകത്ത് താഴെ സ്ലൈറ്റ് ഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഇളക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് താഴെ ഒരു സ്ലൈറ്റ് ഫ്യൂഷൻ, രണ്ട് പെറ്റൽസ് ഇതിനകത്തുണ്ടാവും. കണ്ട് രണ്ട് പെറ്റൽസ് ഉണ്ട്. ഇതൊരെണ്ണം, ഇത് മറ്റൊരെണ്ണം. ഓർക്കുക. ഇത് രണ്ടെണ്ണം. ചെറുതായതുകൊണ്ടാണ് ഇതിങ്ങനെ ബുദ്ധിമുട്ടുള്ളത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരെണ്ണം, ഇത് മറ്റൊരെണ്ണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്യൂഷൻ ഇങ്ങനെയാണ്. ഒരെണ്ണം ഇത്, അടുത്തത് ഇത്. രണ്ടിനും ബേസിലായിട്ട് സ്ലൈറ്റ് ഫ്യൂഷൻ ഉണ്ടാകും. ഓർക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇത് സ്റ്റാൻഡേർഡ് പെറ്റൽ അല്ലെങ്കിൽ വെക്സില്ലം. ഇത് രണ്ട് വിങ് പെറ്റൽ അല്ലെങ്കിൽ അലേ. ഇത് രണ്ടെണ്ണം കീൽ പെറ്റൽ അല്ലെങ്കിൽ കരീന. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പെറ്റൽ, സ്റ്റാൻഡേർഡ് പെറ്റൽ അത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡാണ്. അപ്പോൾ ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വെക്സിലറുടെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് സ്റ്റാൻഡേർഡ് പെറ്റൽ ലാർജ് ആൻഡ് ഓവർലാപ്പ് ടു ലാറ്ററൽ വിങ് പെറ്റൽസ് എന്നാണ്. സ്റ്റാൻഡേർഡ് പെറ്റൽ ലാർജ് ടു ലാറ്ററൽ വിങ് പെറ്റൽസ്. ഇനി രണ്ട് വിങ് പെറ്റൽസ് ആണ്. ആ രണ്ട് വിങ് പെറ്റൽസ്, അപ്പോൾ സ്റ്റാൻഡേർഡ് പെറ്റൽ ലാർജ് ആണ്, ഈ ടു ലാലിനെ ഓവർലാപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡാണ്. ഇത് പാർട്ട്ലി ഇന്ന് പാർട്ട്ലി ഔട്ടാണ്. ഇനി കീൽ പെറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരെഡ്ജ് അകത്തും മറ്റു എഡ്ജ് സ്ലൈറ്റ് ഫ്യൂസിലുമായിരിക്കും. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഈസ്റ്റിബേഷൻ, വെക്സിലറി അല്ലെങ്കിൽ പാപ്പിലോണേഷ്യ അല്ലെങ്കിൽ ഡിസെൻഡിംഗ്. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഈ എക്സാമ്പിൾ ഇതിപ്പോൾ കണ്ടത് ക്ലിറ്റോറിയാണ്. ഇനി അനദർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ പി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, പാപ്പിലോണേഷ്യസ്, വെക്സിലറി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് ആൻഡ്രീഷ്യവും പിന്നെ ഗൈനീഷ്യവുമാണ്. അപ്പം ഫോക്കസ് പോയിന്റിൽ അത് ഇത്രയും ഭാഗം കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് ഫാമിലിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.